കേരള PSC നിന്ന് പുതുവർഷ സമ്മാനം നിങ്ങളിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ എഞ്ചിനീയറിംഗ് ഫീൽഡിലുള്ള ആൾക്കാരാണെങ്കിൽ നോക്കി ഒരുപാട് അവസരങ്ങളുമായിട്ട് PSC നമ്മളെ മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ഡിസംബർ 1 നടന്നിട്ടുണ്ടായിരുന്ന കമ്മീഷനിലെ കുറച്ച് ഡിസിഷൻസ് ആണ് നമ്മൾ ഇന്നിവിടെ പങ്കുവെക്കാൻ വേണ്ടി പോകുന്നത്. യെസ്, അപ്പോൾ അവിടെ ഒരുപാട് അധികം നോട്ടിഫിക്കേഷൻസ് ആണ് വരാൻ വേണ്ടി പോകുന്നത്. മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും സിവിൽ കഴിഞ്ഞ ആൾക്കാർക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കും ഒക്കെ ഒരേപോലെ തന്നെ ഒരുപാട് അവസരങ്ങളാണ് നമ്മുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ തന്നെ ഒരുപാട് വേക്കൻസികൾ പ്രതീക്ഷിക്കുന്ന എക്സാമുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റുകൾ എന്നുള്ളത് ചുരുക്കത്തിൽ ഒന്ന് പറഞ്ഞു പോകാം. ഓർത്ത് വെക്കേണ്ട കാര്യം ദാറ്റ് നോക്കിയേ, ജലസേചന വകുപ്പിൽ നമുക്കറിയാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് എയുടെ ലിസ്റ്റ് ഓൾറെഡി നമുക്ക് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയും നമുക്കറിയാം PSCയുടെ പുതിയൊരു ട്രെൻഡ് അനുസരിച്ച് കൊണ്ട് ദാറ്റ് ഈസ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാണ് വിളിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ഇറിഗേഷൻ ഒരു ഓവർ 100 ഒക്കെ നമുക്ക് അഡ്വൈസ് പോയിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള 2027 കാലഘട്ടത്തിലേക്കൊക്കെ ഒരുപാട് അവിടെ റിട്ടയർമെന്റ് ഒക്കെ വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് പറയുന്നത്. അതുകൊണ്ട് തന്നെ സിവിൽ കഴിഞ്ഞവർക്ക് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പോസ്റ്റിലേക്കാണ് നമ്മളൊരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു നോട്ടിഫിക്കേഷൻ ആണ് വരാൻ വേണ്ടി പോകുന്നത്. അതിന്റെ കൂടെ തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളാണെങ്കിലും ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് അവിടെ നിന്നുണ്ടായിരിക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയി തന്നെ അറിഞ്ഞിരിക്കുക. മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള എന്ന് പറയുന്ന തസ്തിയിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടായിരിക്കും. അതിന്റെ കൂടെ അറിഞ്ഞിരിക്കുക നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തികയിലേക്ക് നമുക്കറിയാം സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഒരേപോലെ തന്നെ അവസരം കിട്ടിയിട്ടായിരുന്ന ഒരു എക്സാം ആയിരുന്നു ഗ്രേഡ് 3. നമുക്ക് ഒക്ടോബറിൽ 30-ാം തീയതി കഴിഞ്ഞിട്ടായിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേർക്ക് മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും സിവിൽ കഴിഞ്ഞവർക്കും ഒക്കെ നല്ല രീതിയിൽ തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റി ആ ഒരു ഇതിലേക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയ ഒരു എക്സാം ആയിരുന്നു. അപ്പോൾ സെയിം സിലബസ് തന്നെ പ്രതീക്ഷിക്കുന്ന ഒരു എക്സാമിലേക്കാണ് നമുക്ക് അതിന്റെ ഹയർ പോസ്റ്റിലേക്കാണ് വീണ്ടും നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഗ്രേഡ് 2 തസ്തിയിലേക്കാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നുണ്ടാവുക. 503 അഡ്വൈസ് ആണ് ലാസ്റ്റ് വന്നിട്ടുണ്ടായിരുന്ന ലിസ്റ്റിൽ നിന്ന് മാത്രം അഡ്വൈസിന്റെ എണ്ണമായിട്ട് നമുക്ക് കാണാൻ സാധിക്കുക. അപ്പൊ അതുകൊണ്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഒരേപോലെ തന്നെ ചാൻസ് കിട്ടുന്ന ഒരു എക്സാം ആണെന്നുള്ള കാര്യം ആദ്യമേ അറിഞ്ഞിരിക്കുക. ഇനി ഇവിടെ തീരുന്നില്ല. ദാറ്റ് ഈസ് നമുക്കിനി ജലസേചന വകുപ്പിൽ തന്നെ നമുക്കറിയാം ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിൽ മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് ഗ്രേഡ് 3 അല്ലെങ്കിൽ ട്രേസർ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഇലക്ട്രീഷ്യൻ എന്ന് പറഞ്ഞ പോസ്റ്റിലേക്കും വാട്ടർ അതോറിറ്റിയിലേക്ക് ഇലക്ട്രിക്കൽ കഴിഞ്ഞ ആൾക്കാർക്കുള്ള അവസരമായിട്ട് കണ്ടാൽ മതി. അതേപോലെ തന്നെ നമുക്കറിയാം ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് നമുക്ക് ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 ഓവർസിയർ ഗ്രേഡ് 2 എന്ന് പറയുന്ന തസ്തിയിലേക്കാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി പോകുന്നുണ്ടാവുക. അതേപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ വിങ്ങിലേക്ക് തസ്തിയിലേക്കും മെക്കാനിക്കൽ കഴിഞ്ഞ ആൾക്കാർക്ക് അവസരം കിട്ടുന്നു. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ സിവിൽ കഴിഞ്ഞവർക്കും മെക്കാനിക്കൽ കഴിഞ്ഞവർക്കും ഇലക്ട്രിക്കൽ കഴിഞ്ഞവർക്കും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് നോട്ടിഫിക്കേഷൻസ് ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. നമുക്കത് ഏകദേശം ഒരു നമുക്ക് ഈ പറയാം ഈ ഒരു ഡിസംബറിൽ തന്നെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വരുന്ന ഡേറ്റിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്തോളാം, പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോയിക്കോളാം. നമുക്കറിയാം ഇപ്പോൾ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ഒരു 3 മാസം തൊട്ട് 4 മാസത്തിനിടയിൽ അല്ലെങ്കിൽ ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ നമ്മൾ ഈ ഒരു എക്സാം ഒക്കെ നിങ്ങൾ പ്രതീക്ഷിക്കണം. അപ്പോൾ ഒരുപാട് സമയമൊന്നും പണ്ടത്തെ പോലെ PSC ഒരുപാട് സമയത്തേക്കൊന്നും എക്സാം മാറ്റി വെക്കുന്നില്ല. അപ്പോൾ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, പഠനം അടിപൊളിയായിട്ട് കൊണ്ടുപോയിക്കോളാം. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോസ്റ്റുകളൊക്കെ നമുക്ക് ക്രാക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ വരുന്ന ആ ഡേറ്റിൽ തന്നെ അപ്ലൈ ചെയ്ത് പഠനം അടിപൊളിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകും. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടുമായിട്ട് സൈലന്റ് ടെക്നിക്കൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഓൾ ദി ബെസ്റ്റ്, ഓൾ ദി വെരി ബെസ്റ്റ് ഗൈസ്.